ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് മഴതോരു മുംബൈയിലെ അലീനയുടെയും മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തന്നെ ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. മനു വിളിച്ചതനുസരിച്ച് പോലീസ് അവിടെ വരികയാണ്. അതിനുശേഷം വീട്ടിന് മുമ്പിൽ പ്രതിഷേധം നടത്തിയ നാട്ടുകാരെയെല്ലാം പോലീസ് ഓട്ടിക്കുകയാണ്. അത് കഴിഞ്ഞ് മുത്തശ്ശിയെടുത്ത് വന്ന് മനു പറയുന്നുണ്ട് ഹരിയെ പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യമൊക്കെ. ഒരു പാമ്പിടിച്ച വീട്ടിലെ പെൺകുട്ടിയെ അവനും അവൻ്റെ കൂട്ടുകാരും ചേർന്ന് പീഡിപ്പിച്ചെന്ന് പറഞ്ഞാണ് കേസ്. അതിനെ അവനെ അറസ്റ്റ് ചെയ്തതെന്ന് പറയും. വെച്ചെങ്കിൽ കടപ്പാട്ടൂരെ രോഹിത്തും ഇതിൽ പ്രതിയാന്ന് പറയും. രോഹിത്തും ഇതിലുണ്ടോ? ആ രോഹിത്തിനെയും കൂടി ഇവൻ പിടിച്ചുകൊണ്ട് പോയെന്ന് പറയും. അവർക്ക് ഹരി എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കേണ്ടായോ മോനെന്ന് ചോദിക്കും. പറയാം അവനെ മുത്തശ്ശിക്ക് നാണമില്ലേ ഹരിയെ ജാമ്യത്തിൽ ഇറക്കേണ്ടത് എന്നോട് ചോദിക്കാൻ. അവൻ ചെയ്തത് ചെറിയ തെറ്റാണെന്നാണോ മുത്തശ്ശിയുടെ വിചാരമെന്ന് പറയും. അപ്പോഴത്തേക്ക് പറയും വൈജി ഇതൊക്കെ അറിഞ്ഞോ? അറിയാതിരിക്കുമോ? ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ പത്രവും ടി വിയൊക്കെ ഇല്ലയെന്ന് ചോദിക്കും. അപ്പോൾ അവൾ ഇതൊക്കെ എങ്ങനെ സഹിക്കും ചോദിക്കുക. സഹിച്ചല്ലേ പറ്റത്തുള്ളൂ. ആൻറ്റിക്ക് എപ്പോഴും അങ്കിളിൻ്റെ കൂടെ വഴക്കൂടാനായിരുന്നല്ലോ സമയം. മക്കളെ നോക്കാൻ സമയമില്ലായിരുന്നല്ലോ എന്ന് പറയും. നീ എന്താ മനു ഇങ്ങനെ പറയുന്നത്? അവൾ എന്ത് ചെയ്തെന്നാ? ബാലേന്ദ്രനല്ലേ തോന്നിയ പോലെ നടന്നത്? അതുകൊണ്ടല്ലേ അവൾ വീട് വിട്ട് ഇറങ്ങിപ്പോയത് ചോദിക്കുക. മുത്തശ്ശി എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? മുത്തശ്ശിയുടെ മോളുടെ ജീവിതത്തെക്കുറിച്ചൊന്നും അറിയത്തില്ലേ? ആൻറ്റിയുടെ ആഗ്രഹയിലെ പാസ്റ്റ് വളരെ നല്ലതാണെന്നാണോ മുത്തശ്ശി പറയുന്നത്? ആൻറ്റിയല്ലേ വിവാഹത്തിന് മുമ്പ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചത്? ആ കാര്യം മറച്ചു വെച്ചുകൊണ്ടല്ലേ അങ്കിളിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചതെന്നൊക്കെ പറയും. അതിനുശേഷം പിന്നെ മുത്തശ്ശിക്ക് മനുവിൻ്റെ അടുത്ത് ഒന്നും പറയാൻ വോയിസ് ഇല്ലായിരുന്നു. അതിനുശേഷം ബാലേന്ദ്രൻ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോഴത്തേക്ക് ഗോവർദ്ധൻ അങ്ങോട്ട് വരും. ഗോവർദ്ധനൊക്കെ ചോദിക്കും എന്തായി ഗോവർദ്ധൻ, വക്കീലിനെ കണ്ടോ? ജാമ്യത്തിൻ്റെ കാര്യം എന്തെങ്കിലും ശരിയായോ എന്ന് ചോദിക്കുന്നുണ്ട്. ഗോവർദ്ധൻ പറയും ഞാൻ വക്കീലിനെ കണ്ടു ബാലേട്ട, പക്ഷേ രോഹിത്തിൻ്റെ ജാമ്യത്തിൻ്റെ കാര്യമൊന്നും പെട്ടെന്ന് ശരിയാവത്തില്ലെന്നാണ് പറഞ്ഞത്. എന്തിനാ ഗോവർദ്ധൻ എന്നോട് കള്ളം പറയുന്നത്? ജാമ്യം കിട്ടാത്ത കേസാണെന്നല്ലേ വക്കീൽ പറഞ്ഞത്. അത് കേസ് ഇച്ചിരി കോംപ്ലിക്കേറ്റ് ഉള്ളതാണെന്ന് പറയും. എന്തായാലും അവൻ്റെ ഭാവി പോയി. ഞാൻ അവൻ്റെ അടുത്ത് എത്ര തവണ പറഞ്ഞാൽ ആ കൊല്ലപ്പള്ളിയിൽ ഹരിയായിട്ട് കൂട്ടുകൂടരുതെന്ന്. അവനായിട്ടുള്ള കൂട്ട് സെറ്റ് നിന്നെ ജയിലിൽ കൊണ്ട് എത്തിക്കുമെന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞു. എന്നിട്ട് അവൻ കേട്ടില്ല. അവനായിട്ട് അവൻ്റെ ഭാവി തൊലച്ച് കളഞ്ഞെന്നല്ലോ എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ വിഷമിക്കുന്നുണ്ട്. ഗോവർദ്ധൻ പറയും ബാലേട്ടൻ വിഷമിക്കാതെ, ഞാൻ എന്തായാലും വക്കീലിനെ ഒന്നുകൂടി കാണാം. ജാമ്യം കിട്ടാൻ എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ നമുക്ക് ശ്രമിക്കാം. അവനെ എങ്ങനെയെങ്കിലും നമുക്ക് പുറത്തിറക്കാമെന്ന് ഗോവർദ്ധൻ ബാലേന്ദ്രനോട് പറയുന്നുണ്ട്. കമല മനുവിൻ്റെ പുറകെ നടക്കണം, എങ്ങനെയെങ്കിലും ഹരിശങ്കറെ പുറത്തിറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ പറഞ്ഞിട്ടും അമ്മ പറഞ്ഞിട്ടും ഒന്നും മുത്തശ്ശി പറഞ്ഞിട്ടും ഒന്നും മനു കൂട്ടാക്കുന്നേ ഇല്ല. പോലീസ് സ്റ്റേഷനിൽ പോയി ഹരിയെ കാണാനും വക്കീലിനെ കണ്ട് ജാമ്യത്തിൻ്റെ കാര്യം ശരിയാക്കാനൊന്നും ശ്രമിക്കുന്നില്ല. അത് ആലോചിച്ചിങ്ങനെ കമല വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്നൊരു പോലീസ് ജീപ്പ് അങ്ങോട്ട് വരുന്നുണ്ട്. പോലീസ് ജീപ്പിനകത്ത് കൈവിലങ്ങൊക്കെ ഇട്ടുകൊണ്ട് ഹരിയെ അങ്ങോട്ട് കൊണ്ടുവന്ന് കമലയുടെ മുമ്പിലോട്ട് തള്ളി അങ്ങ് ഇടുകയാണ്. ഉടനെ കമല ഓടിച്ചെന്ന് മോനെയെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഇതാ ഇവൻ കൊച്ചിലെ കുടിച്ച മുലപ്പാൽ വരെ ഞങ്ങൾ കക്കിച്ചിട്ടുണ്ടെന്ന് പറയും. പോലീസുകാർ ഇടിച്ച് ചമ്മന്തി പരുവാക്കി വെച്ചിട്ടുണ്ട് ഹരി. അപ്പോഴത്തേക്ക് ചോദിക്കും ഞങ്ങൾ ഇവനെ ഇവിടെ തെളിവെടുപ്പിന് കൊണ്ടുവന്നതെന്ന് പറയും. അങ്ങനെ അവരുടെ മുമ്പിലിട്ട് പോലും രണ്ടു നടിയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവനാണ് ഇതിൻ്റെ എല്ലാം സൂത്രധാരൻ. ഒരു പാമ്പിടിച്ച ഒരു പെൺകുട്ടി, അതും അവൻ സ്നേഹം നടിച്ച് അവൻ്റെ കാമുകിയെ അവൻ മയക്കുമരുന്നിൽ കലക്കി ജ്യൂസ് കൊടുത്തിട്ട് അതിനകത്ത് ആ കുട്ടിയെ അബോധാവസ്ഥയിലേക്ക് കിടന്ന ആ കുട്ടിയെ അവനും അവൻ്റെ കൂട്ടുകാരും ചേർന്ന് ഗ്യാങ് റേപ്പ് ചെയ്തേക്കെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ആരാ ഇവൻ നിങ്ങളും വിചാരിക്കുന്ന ഒരു ചെറിയ പുള്ളിയൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടങ്ങ് അടിക്കുകയാണ്. ഉടനെ മനു ചോദിക്കുന്നുണ്ട് സാറേ ഇതൊക്കെ ഇവിടെ വെച്ച് വേണമെന്ന് ചോദിക്കും. എന്താണ് ഇവിടെ വെച്ച് ചെയ്താൽ കുഴപ്പം? നിനക്കൊക്കെ തൊലി ഉരിഞ്ഞ് പോകുന്നുണ്ടോ? നിൻ്റെയൊക്കെ മുമ്പിലിട്ട് ഇവനെ ചോദ്യം ചെയ്തപ്പോഴെന്ന് ചോദിക്കും. ഇവനൊക്കെ എന്ത് തെറ്റ് ചെയ്താലും തെറ്റിന് കൂട്ടു നിൽക്കാൻ ഇവൻ്റെയൊക്കെ വീട്ടുകാരുണ്ടല്ലോ, അതൊക്കെയാണ് പണവും പണക്കൊഴുപ്പുള്ളതിൻ്റെ അഹങ്കാരം ഇവനൊക്കെ. ഇല്ല സാർ ഇവൻ ചെയ്ത തെറ്റിന് ഞങ്ങളാരും ഇവൻ്റെ കൂടെ നിൽക്കത്തില്ലെന്ന് പറയും. എന്ന് പറഞ്ഞുകൊണ്ട് മനുവിനോട് പോലീസുകാരൻ ദേഷ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം ഷർട്ടിൻ്റെ ബന്നിൻ്റെ കോളറിൽ പിടിച്ചു വെച്ചുകൊണ്ട് ഇയാളെ ടെറസിന് മേളിലോട്ട് കൊണ്ടുപോയി തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നു. അങ്ങനെ ഹരിശങ്കറിൻ്റെ മുറിയിലോട്ട് കയറുന്നു. അതിനകത്ത് നിന്ന് കുറച്ച് പ്ലെയിൻ ഡിസ്കുകളും സിം കാർഡും ഒക്കെ കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതിനകത്തൊക്കെ? നിൻ്റെ ഒരു സ്വഭാവം വെച്ച് ഇതിനകത്ത് എന്തുവാന്നൊക്കെ ഞാൻ ഊഹിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് നീ ഇതുപോലെ എത്ര വീട്ടിലെ പെൺപിള്ളേർ ഇതുപോലെ നീ നശിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് അടിക്കുന്നുണ്ട്. അതിനുശേഷം തെളിവെടുപ്പെല്ലാം കഴിഞ്ഞ് താഴോട്ട് കൊണ്ടുവരുവാണ്. താഴോട്ട് കൊണ്ടുവന്നതിന് ശേഷം കമലയുടെ മുഖത്ത് നോക്കി പറയുവേ നിങ്ങൾ കരുതുന്ന കണക്കൊരു ചെറിയ പുള്ളിയൊന്നുമല്ല നിങ്ങളുടെ മോൻ. ഇവൻ ചെയ്ത ക്രൂരകൃത്യം ഒന്നും പുറത്ത് പറയാൻ പറ്റത്തില്ലെന്ന് പറയും. ഇവനാണ് ഇതിൻ്റെ എല്ലാം സൂത്രധാരൻ. ഇനി ഇവൻ ജയിലിൽ നിന്ന് പുറത്തു വരുമെന്ന് ആരും കരുതണ്ട. പെൺകുട്ടിക്ക് 18 വയസ്സായിട്ടില്ലെന്നുള്ള കാര്യം എല്ലാവരും ഓർമ്മിച്ചോളാൻ പറയും. അതിനുശേഷം ഷർട്ടിന് വിലങ്ങ് ഇടിച്ച് പിന്നെയും വലിച്ചഴിച്ചുകൊണ്ടങ്ങ് പിന്നെയും ജീപ്പിലോട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ കമല പുറവേ നടന്ന് മോനെയെന്ന് പറഞ്ഞ് കിടന്ന് കരയുന്നുണ്ട്. അപ്പം അവിടെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കഥ കേൾക്കണം, ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.